സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ വാക്കുറപ്പിക്കലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ വല്യച്ഛൻ്റെ മോളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി അവിടെ എത്തിയിട്ട് വരാം. ഗൈസ്, വീടെത്തി ഗൈസ്. ഇനി നമ്മളിതുപോലെ ഇൻട്രോഡ്യൂസ് ചെയ്യണം. മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ അനിയൻ, ഇത് എൻ്റെ മാമ, ഇത് എൻ്റെ ചേട്ടായി, അത് ചേട്ടായി, അത് അളിയൻ, പെണ്ണിൻ്റെ മാവ്, അത് പെണ്ണിൻ്റെ മാവ്, അത് അളിയൻ, അത് പെണ്ണിൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, ഇത് സഹോദരൻ, പെണ്ണിൻ്റെ സഹോദരൻ, ഞാനാണ് പെണ്ണിൻ്റെ സഹോദരൻ. വലിയ എൻ്റെ ചേട്ടൻ, ഇത് ചേട്ടൻ്റെ, അത് അനിയൻ, ഇത് പെണ്ണിൻ്റെ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ, ഇത് എൻ്റെ ചിക്കൻ, ഇത് എൻ്റെ ചേട്ടായി, ഇത് ചേട്ടായി, അത് അളിയൻ, ഇത് ചെറുമോൻ, അത് മോൻ, അത് അളിയൻ, ഇത് മനു. ഇനി ഒരു മോനും എൻ്റെ മാവനെങ്കിൽ വരാം. ഇത് നിൽക്കുകയാണ് ഒരിക്കലും. വലിയൊരു ചുമതലയും കൂടെ തലയിലേക്ക് കാര്യങ്ങൾ ഒരു സംസാരത്തിൻ്റെ കാര്യമില്ല. പരസ്പരം നമ്മളെല്ലാം ഒന്ന് പ്രതികരിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും. എങ്ങനെ വേണമെങ്കിൽ അല്ല, ഒരു ജൂൺ നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. എങ്ങനെ വേണം, എവിടെ വേണം. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞത് ജൂൺ മാസം 21 വരെ ജൂൺ കഴിഞ്ഞ് ജൂലൈ ആഗസ്റ്റ് ആകുമ്പോൾ ഓണമായി, ചിങ്ങമാസമാണ്. അത് അത്രയും മാത്രമേ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളൂ. മാമൻ ആദ്യമായിട്ട് സംസാരിക്കും. ഇതിനെ കുറിച്ച് മാമൻ പറയും. ഈ രണ്ട് ഡിമാൻഡുകൾ ഞങ്ങൾക്കുള്ളൂ. ഒരു ഡിമാൻഡ് ഞങ്ങൾക്കില്ല. ഇത് രണ്ടുമാണ് അവരുടെ ഡിമാൻഡ്. യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലേ അത്? അപ്പൊ അതിലഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങളുടെ ഭാഗത്തൊന്നുമില്ല. ശരി. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വിഭാഗത്തിലുള്ള രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായ സമന്വയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്.
അത് നടന്നു. നമ്മുടെ യാത്ര കൊണ്ട് ആ ഉദ്ദേശം വന്നു. നിശ്ചയിപ്പ്, അതായത് എൻഗേജ്മെന്റോ മുതല കല്യാണം അങ്ങനെ എന്തെങ്കിലും താല്പര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. അത് മോന്റെ അഭിപ്രായമാണ്. എങ്ങനെയാണ് ചോദിക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മാസം ഇങ്ങനെ ഉള്ളത് കൊണ്ട് സാധാരണ നമ്മളെ ഇങ്ങനെ ഒരു ഇതിലൊരു കാര്യത്തിൽ ആണെങ്കിൽ വരുന്നുണ്ടല്ലോ മോളെ കാണാൻ വേണ്ടി, അന്ന് തന്നെ നമുക്ക് ആ ഒരു ഇതൊന്ന് ചെയ്യാം. അത് പറയണം. അങ്ങനെയാണെങ്കിൽ നിശ്ചയിപ്പായിട്ട് തന്നെ ആയിക്കോട്ടെ. അത് വേറെ ഇനി ഇടയ്ക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് അഭിപ്രായം കൂടെ പരിഗണിച്ചു സ്ത്രീകൾ വരുന്നത് ഒഴിവാക്കി സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് മെമ്പറെ മോനെ, അപ്പം എന്തായാലും അടുത്തൊരു ദിവസം കുറച്ച് സ്ത്രീകൾ അങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്, ക്ഷണിച്ചിട്ടുമുണ്ട്. അപ്പൊ അത് എല്ലാവരും കൂടെ ആയിട്ട് ഒരു നിശ്ചയിപ്പ് പോലെ അതങ്ങ് ആയിക്കോട്ടെ. ചടങ്ങ് കൂട്ടത്തിൽ വേണ്ടപ്പെട്ട ബന്ധുക്കളും അതെ എല്ലാവരും കൂടെ ആയിട്ട് കുറച്ച് പേര് വളരെ പരിമിതമായ ആൾക്കാർ. അതാണ് നല്ലത്. ആ സമയത്ത് നമുക്ക് ദിവസം നമുക്ക് പരസ്പരം പോയിട്ട് കുട്ടിയുടെ സൗകര്യവും കാര്യമൊക്കെ നോക്കിയിട്ട് മുഹൂർത്തവും സന്ദർഭവുമായിട്ട് നിങ്ങൾ ഇവിടെ എന്തായാലും ക്ഷേത്രം ഒഴിവുണ്ടാവാമെന്ന് തോന്നുന്നുണ്ട്. ക്ഷേത്രത്തിനൊന്നും ഒഴിവുണ്ടാവുമെന്ന് നോക്കണം. സൗകര്യം നോക്കണം. അപ്പൊ അത് നോക്കിയിട്ട് അന്നത്തെ ദിവസം തന്നെ പറയുകയും ചെയ്യാമല്ലോ. അതൊക്കെ ദിവസം പോയിട്ട് ദിവസം നോക്കുക. ഋജുദേവങ്ങൾ പോയിട്ടേ ഋജുദേവങ്ങൾ പോയിട്ട് ചെയർമാനായിരുന്നു. വീഡിയോ ഓണാക്കുമ്പോ മര്യാദ ചിരിക്കേരിയടാ 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 കഴി കഴി എന്റേതാണ് ഇതിന്റെ ഓണർ അല്ലേ, ഇതിന്റെ ഓണർ. ഇപ്പൊ കൈയടാ കൈയടാ മതി മതി നീ കഴിച്ചോ. കുറച്ച് ചോറ്, പപ്പടം, വെച്ച് കഴിക്കും. എല്ലാവരും കാണാൻ വാക്കുറപ്പിക്കൽ വന്നിട്ട് പേരൊക്കെ അടിച്ചു പറ്റിയടാ. ശരിക്കണൊക്കെ എന്താ നിങ്ങൾ എടുക്കാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ എല്ലാരും ആയില്ലേ. അളിയാ ടാറ്റ ടാറ്റ പറ. ബേസിക് യൂണിവേഴ്സിറ്റി കയറി ചെറുതായിട്ട് ഇവനെ കടന്നലുത്തി.
അപ്പൂപ്പന്മാർക്ക് അടി കൊടുക്കും. നോക്കിക്കോ. ആ ചെവിയുടെ സൈഡിലാണ് ഒരു പ്രാവശ്യം അളെ നമുക്ക് 2 പ്രാവശ്യം അമ്മമാർക്ക് അടി കൊടുക്കണം കേട്ടോ. ഓടിപ്പോയി ബാക്കിൽ നിന്ന് കുത്തി കൊടുത്തത് ഇവൻ ചെന്ന് തൊട്ടിട്ടുണ്ടാവും. പയ്യത്ര നേരം ചിരിച്ചു കളിച്ച് നിന്നേ. എന്നിട്ട് അവന്റെ ഇരുമ്പിനുള്ള ഒരു പ്രത്യേകത ഈ ഇതാണ് അളിയന്റെ ചേട്ടൻ. ചേട്ടാ ഷൈ ക്യാമറ ഷൈ ടാറ്റ 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 ടാറ്റ. ഇതല്ല അളി, ഇത് അളിയന്റെ ചേട്ടനാണ്. ആ അളി അവിടെ നിക്കണം. എവിടെ? അതാ കിട്ടി ഇതോ കിട്ടില്ല. ബൈക്കലുണ്ടല്ലോ ഇവിടെ. അവൻ അവിടെ ചെന്ന് പെടുത്തോണ്ടിരിക്കുന്നു. അവൻ അവിടെ ചെന്ന് പെടുത്തോണ്ടിരിക്കുന്നു. കുത്തിയിരുന്നു. ഓ കാറിന്റെ അവിടെ നിന്ന് ചെറുതായിട്ട് കടന്നിലുത്തി ഗൈസ്. അപ്പൊ ഞാൻ ചിരിച്ചട ചെന്ന് ആ അത് ഇതായല്ലേ പാടായി ചെറിയ. ആ കയ്യിൽ കേറാം. വീട്ടിൽ പോണ ഗൈസ്. ടാറ്റ ബൈ ബൈ. വല്ലിച്ച ഇതാണ് പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിന്റെ അച്ഛനെ കാണിച്ചില്ല. ആ ഇതാണ്. ആ പോവാം. ബസ്സിലാണ് പോണം. ബസ്സല്ല ടെമ്പോ. അളിയോടേക്കും. ടാറ്റ. അത് തരാം. അയ്യോ സീറ്റ് ഗൈസിന് വീടെത്തിച്ചു. തിരിച്ച് വീടെത്തി. ഹായ് അണിൽ. അതെ കാർത്തിക് സൂര്യയുടെ ചിരിയിരിച്ചാൻ. കാർത്തിക് സൂര്യയുടെ ഞാൻ കാണുന്ന വീഡിയോയില് ചിരി കാർത്തിക് സൂര്യയുടെ ചിരിയാണ് കേട്ടിട്ട് അങ്ങനെ വെക്കുവാണ്. നമ്മൾ തിരിച്ച് വീടെത്തി ഗൈസ്. നമ്മളെ വീടല്ല എൻ്റെ വീട. ഡേ കടന്തലുത്തി എങ്ങനെയുണ്ട്? ഇവിടെ കടന്തലുത്തി ഇവിടെ മാറിയില്ലേ? ടാറ്റാ ഗൈസ്. നമ്മളെ അതെ എന്നെ കൊണ്ടാക്കും. പോയി ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച്